എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. ഇതിന്റെ 22ാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. 21ലും അത്തരം ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ആ ഒരു തുക എന്നേക്കുമായി മുടങ്ങിപ്പോയിട്ടുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും അവരുടെ അക്കൗണ്ടും സ്റ്റാറ്റസും പരിശോധിക്കുമ്പോൾ അതിലൊരു പ്രശ്നവും കാണുന്നില്ല എന്നുള്ള പരാതി നിരന്തരം വരികയാണ്. ഇതിന് എന്താണ് നമ്മൾ ചെയ്യാൻ ഇനി കഴിയുക എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. കൃത്യമായിട്ട് ലഭിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതി തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധി. 2019 മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയിലേക്ക് ആർക്കും ചേരാവുന്നതാണ്. 2018-19 സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റ് ഉള്ളവർക്ക് മാത്രമായിരുന്നു നേരത്തെ ചേരാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ പിന്നീട് സ്ഥലം പേരിലേക്ക് ആയിട്ടുള്ള, അതായത് പരമ്പരാഗതമായി സ്ഥലം കൈമാറി വന്നിട്ടുള്ള ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് ചേരാം. അതേസമയം പുതുതായിട്ട് ഇതിന് ശേഷം 2019 ശേഷം സ്വന്തം പേരിലേക്ക് സ്ഥലം മേടിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് ചേരാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതിലേക്ക് ഒരു അപ്ഡേഷൻ വന്ന് മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 2000 രൂപ നിങ്ങൾക്ക് 5 സെന്റ് സ്ഥലം ഉണ്ട് എങ്കിൽ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും ഗുണഭോക്താക്കൾക്ക് പല ആളുകൾക്കും ഇത് മുടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ സ്റ്റാറ്റസ് പരിശോധിച്ചൊരു പ്രശ്നവും ഇല്ല എങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആധാർ സീഡിങ്ങിന് പുറമെ ലാൻഡ് വെരിഫിക്കേഷനും പൂർത്തീകരിക്കണം. നിങ്ങൾ സ്ഥലത്തിൻ്റെ രേഖകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൊരുത്തക്കേടുകൾ കാരണം ഈ ഒരു തുക തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. മറ്റൊന്ന്, ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്നുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം അക്കൗണ്ടുകൾ, അതായത് 2 അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ആ 2 അക്കൗണ്ടുകളും താൽക്കാലികമായി മരവിപ്പിച്ച അവസ്ഥയുണ്ട്. അത് തെറ്റാണ്. അതായത് ഈ 2 അംഗങ്ങൾ വാങ്ങുന്നില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടുന്നത് മുതൽ മാത്രമേ പിന്നീട് തുക പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. മുടങ്ങിയിട്ടുള്ള തുകയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കിത് സറണ്ടർ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് നമുക്ക് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് ഇപ്പോൾ അർഹത ഇല്ല എങ്കിൽ നമുക്ക് സ്വമേധയാ ഇതിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. പ്രത്യേകിച്ച് ആദായ നികുതി അടക്കുന്ന ആളുകളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പ്രൊഫഷണൽ ജോലിക്കാരും ശ്രദ്ധിക്കണം. നേരത്തെ ഇത് നമുക്ക് വാങ്ങാൻ അർഹതയുണ്ടായിരുന്നു, പിന്നീടാണ് ഇത്തരം ഉയർച്ചയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് എങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കുക. ഇല്ല എങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുകയൊക്കെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നോട്ടീസ് വന്നാൽ ആ കാര്യം അങ്ങനെയാണ് ഉണ്ടാകുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.